അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. റവയും അരിപ്പൊടിയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ വറുത്ത അരിപ്പൊടി തന്നെ ഇതിലേക്ക് എടുക്കണം. സാധാരണ നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി തന്നെ എടുത്താൽ മതി. 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 1 കപ്പ് അരിപ്പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ്. റവയും ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. റവയും നമ്മൾ വറുത്തിട്ടുള്ള റവ തന്നെ എടുക്കണേ. അപ്പോൾ ഒരു 1/2 കപ്പ് റോസ്റ്റഡ് റവയും കൂടെ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ശേഷം ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമ്മൾ പത്തിരിക്കൊക്കെ നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വാട്ടിക്കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. വാട്ടിക്കുഴക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് വാട്ടിക്കുഴക്കണേ. അപ്പോൾ നല്ല ചൂട് വെള്ളം ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ഒരു തവിയുടെ പിടി വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്രയും നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് വാട്ടിക്കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വാട്ടിക്കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഞാനൊരു 2.25 ഗ്ലാസ്സോളം വെള്ളം എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റാത്തത് നമ്മൾ എടുക്കുന്ന പൊടികളുടെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൽ മാറ്റം വരും. ഏകദേശം നമുക്കൊരു 2.25 ഗ്ലാസ് വെള്ളം മതി ഇത് വാട്ടിക്കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പത്തിരിക്കൊക്കെ എങ്ങനെയാണ് കുഴച്ചിട്ടെടുക്കുന്നത് അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാട്ടി കുഴച്ചതിന് ശേഷം ആ ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. കൈ നമ്മൾ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുകയാണെങ്കിൽ ആ ചൂട് നമുക്ക് കയ്യിൽ ഒരുപാട് അങ്ങ് ആവില്ല. കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓയിലും ചേർത്ത് നല്ല സോഫ്റ്റ് ആക്കി ഞാനിതിവിടെ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ പരത്തിയിട്ട് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടതാണ്. ഞാനിത് പരത്തിയെടുക്കുന്നത് ഈ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ്. ചപ്പാത്തി പ്രസ്സിൽ നമ്മളിതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടൊന്ന് പരത്തുകയാണെങ്കിൽ ഒട്ടും തന്നെ അതിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കാൻ പറ്റും. കൂടാതെ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ഉള്ളിൽ ചെറിയ പൊട്ടലുകൾ പോലും ഉണ്ടാകത്തുമില്ല. അങ്ങനെ പൊട്ടലുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പൊങ്ങി വരാതിരിക്കുകയും അതിനകത്ത് എണ്ണ കയറുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ കുറച്ച് എണ്ണ ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഈ മാവിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ പ്രസ്സിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് പതിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബലത്തിലൊന്നും പ്രസ് ചെയ്ത് കൊടുക്കണ്ട, കാരണം അത്യാവശ്യം നമുക്കിതൊന്ന് കട്ടി വേണം. ഒരുപാട് ബലത്തിൽ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഐസായിട്ട് അങ്ങ് പരന്നു പോകും. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു കട്ടി വേണം നമ്മൾ പരത്തിയെടുക്കുമ്പോൾ, എങ്കിലേ അത് പൊങ്ങിക്കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒട്ടും തന്നെ പൊട്ടലുകളും കാണാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ മാവും കൂടെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തുന്നതിന് മുമ്പ് അതിൽ കുറച്ചൊന്ന് എണ്ണ തൂത്ത് കൊടുക്കാനൊന്ന് ശ്രദ്ധിക്കണേ. ഇനി അത്യാവശ്യം നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ തീയൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, പ്രസ് ചെയ്തും വേണ്ട. ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതങ്ങ് പൊങ്ങി കിട്ടും. അതിനുശേഷം ഈ ഒരു സൈഡും കൂടെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ അങ്ങ് കോരി മാറ്റിയേക്കാം. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ അരിപ്പൊടിയും റവയും വെച്ചിട്ടുള്ള ഒരു പൂരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ അരിപ്പൊടിയും റവയും വെച്ചിട്ടുള്ള നമ്മുടെ ഒരു പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല വെജിറ്റബിൾ കറി ആണെങ്കിലോ അല്ലെങ്കിൽ നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയുടെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയും റവയും വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.